ഹേ കേടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ യുവർ ധ്യാൻ ദിവിച്ച്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് സുരേഷ് ഏട്ടൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഇത്തിരി നീളമുള്ള പേര് തന്നെയാണ്. സോ ഗൈസ്, ഞാൻ ആ പടം കണ്ടിരിക്കുകയാണ്. ആ സിനിമയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം അഥവാ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഗൈസ്, വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ്, അങ്ങനെ പറയുകയാണെങ്കിൽ ഹൃദയഹാരിയായ പ്രണയകഥ ഞാൻ കണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സിനിമ എന്ന് പറയാം. ഈ സിനിമ എന്ന് പറയാം, കാരണം ഇത് അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോസാണ്, പേരാണ്. ഈ സിനിമയുടെ പേരൊരു 10 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ 1 മിനിറ്റ് കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു കിടിലൻ ഗംഭീര സിനിമ എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. ബട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വർക്കാവാത്തൊരു സിനിമയാണ് ഹൃദയഹാരിയായ പ്രണയകഥ. വർക്കായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുക, അതായത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാനിവിടെ പറയുന്നത്. എന്നാലും അത് ലാഗൊന്നും ഇല്ലാണ്ട് കണ്ടിരിക്കാം എന്നുള്ളൊരു ഇതാണ്. സ്റ്റോറി ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. ഒരു നമ്മുടെ കുഞ്ചാക്കോപ്പൻ്റെ സിനിമ ഉണ്ടല്ലോ, എന്നാൽ താങ്കൊണ്ട് കേസോട്, അതിലെ ഈ സുരേഷൻ്റെ സുമലതയുടെയും കഥയാണ് ഇതിലവർ സ്പിൻ ഓഫ് രീതിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ കഥയെ ഒരു വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുന്നത് ഒറ്റ കാര്യത്തിലൂടെയാണ്. പറയുകയാണെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേഷനാണ്, പക്ഷേ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കഥ, മൊത്തം ഒരു കഥ, ആ കഥ ചിലപ്പോൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ഇങ്ങനെ നൂറ്റാണ്ടുകൾ മാറ്റും. അതായത് ക്യാരക്ടേഴ്സ് സെയിം തന്നെ, കഥയും സെയിം തന്നെ, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ബട്ട് ജസ്റ്റ് കാലഘട്ടം ഒന്ന് ചേഞ്ച് ആവും. അത്രേ ഉള്ളൂ വ്യത്യാസം. അതായത് അത് മാത്രം ഒരു പുതുമയാക്കി കൊണ്ടുവന്നിട്ടാണ് ഈ സിനിമ. ബാക്കി എല്ലാം നോക്കുകയാണെങ്കിൽ മൊത്തം നമ്മൾ കണ്ടു മറന്നതും കേട്ട് മറന്നതുമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ. നമ്മൾ കാണാത്ത രീതിയിൽ യാതൊരു വിധ കാര്യങ്ങളോ ഒന്നുമില്ല. കുഞ്ചാക്കോപ്പൻ്റെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ആളുടെ സൗണ്ട് കേൾക്കാം, അയ്യോ സൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിനോട് എടുക്കുന്ന സമയത്ത് ആൾ വീണ്ടും വരും. ആളുടെ ക്യാരക്ടർ ഇതിൽ അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആളെ കൊണ്ടുവരണം തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഈ പൊതുവാൾ, എൻ്റെ ഡയറക്ടറിൻ്റെ പേര് അങ്ങനെ എന്തോ ആണ്, രാമകൃഷ്ണ പൊതുവാൾ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആളിന് ഇത് വെച്ചിട്ടൊരു യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നാത്ത കേസോട് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ആ സിനിമയ്ക്ക് അത്ര നല്ലൊരു സ്റ്റോറി ഉണ്ട്. പിന്നെ അതിൻ്റെ മേക്കിങ്, ഈ പടത്തിൻ്റെ മേക്കിങ് ക്യാമറയൊക്കെ അടിപൊളിയാണ്, അത് ഞാൻ പറയുന്നില്ല. ടെക്നിക്കൽ സൈഡ് വാസ് അമേസിങ്, അത് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ടെക്നിക്കൽ സൈഡ് ഒരു രക്ഷയില്ലാത്തൊരു സിനിമ തന്നെയാണ് ഹൃദയഹാരിയായ പ്രണയകഥ. ബട്ട് ടെക്നിക്കൽ സൈഡ് കൊണ്ട് മാത്രം നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആക്ടേഴ്സിൻ്റെ അഭിനയം നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പറയണല്ലോ, ഈ ഒരു നൂറ്റാണ്ടുകൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ആക്ടേഴ്സ് കൃത്യമായി ആ സീൻ അതുപോലെ തന്നെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്കിങ്ങനെ ത്രില്ലടിച്ചിരുന്ന് കാണുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പടത്തിൽ. സത്യം പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാണാം ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു പരിപാടി, ഒരു കൂട്ടപ്പൊരിച്ചിൽ, അത്രേ ഉള്ളൂ ഹൃദയഹാരിയായ പ്രണയകഥ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനലിലെ ആദ്യത്തെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപസംഹരിക്കപ്പെടുകയാണ്. ഞാൻ പവി കെയർടേക്കർ കണ്ടിരുന്നു, അതിന് റിവ്യൂ ഇടാൻ പറ്റിയില്ല. പിന്നെ അത് അപ്പോഴത്തേനും വാഷൗട്ടായി പോയി മിക്ക തിയേറ്ററിൽ നിന്നും. അതുകൊണ്ട് അതിട്ടുണ്ടെങ്കിൽ അതായത് ആദ്യത്തെ നെഗറ്റീവ് റിവ്യൂ. പിന്നെ ഇത് ഞാൻ കണ്ടു.